നല്ല ലൈവായിട്ടേ നല്ല ചൊടിയൻ മീൻ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ രുചി അങ്ങോട്ട് നാവിന്ന് പോയിട്ടില്ല. പിന്നെ നല്ലൊരു ഊണും കഴിച്ചു. ഇപ്പം നല്ല മഴക്കാലമാണ്. അപ്പം നമ്മുടെ പാലക്കാട് കരിപ്പോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അതായത് പുതുനഗരത്തിൽ നിന്ന് കൊല്ലംകോട് വരുമ്പോൾ കരിപ്പോടിലുള്ള തണൽ എന്ന ഒരു കഫേ ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഊണ് കഴിക്കാൻ പോയത്. നല്ല കിടിലൻ ഊണായിരുന്നു. ഊണിന് പുറമെ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ലൈവായിട്ടുള്ള ആ ഫിഷാണ്. ആ ഫിഷ് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. കൂടാതെ അവരുടെ ഫിഷ് കറി നല്ല നാടൻ രീതിയിൽ തന്നെ ഹോംലി ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഊണിന് അത്യാവശ്യം വേണ്ടുന്ന കൂട്ടുകറിയും ഉപ്പേരിയും അച്ചാറും പപ്പടവും മീൻചാറും പിന്നെ രസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള ചോറിൽ ആ മീൻ കറിയൊക്കെ ഒഴിച്ച് പിന്നെ ആ പപ്പടമൊക്കെ കൂട്ടിക്കൊഴിച്ച് ഇങ്ങനെ കഴിച്ചിരിക്കുന്ന സമയത്താണ് ആ ചേച്ചി ചിരിച്ച മുഖത്തോടുകൂടി നമുക്ക് നല്ല ചൊടിയൻ മീൻ ഫ്രൈ തന്നത്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല മീനായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നാടൻ ചൊടിയൻ മീനാണ്. ആ ഫ്രൈ ചെയ്തതൊക്കെ കറക്റ്റ് മസാലക്കൂട്ടും എല്ലാം ഉണ്ടായിരുന്നു. തണുത്തതല്ല, കാരണം നല്ല ലൈവായിട്ടായിരുന്നല്ലോ തന്നത്. കുറച്ച് ലെമണൊക്കെ പിഴിഞ്ഞ് ആ സവാളയും ആ കുക്കുമ്പറൊക്കെ കൂട്ടി ആ മീൻ അങ്ങോട്ട് അടിച്ചു. അതിനുശേഷം കുറച്ചുകൂടെ ചോറിട്ടു, കാരണം നല്ല നാടൻ ചൂടുള്ള രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ രസം ഒഴിച്ച് ആ ചേട്ടൻ്റെ ചിരിയെല്ലാം കണ്ട് ആ ചോറും കൂട്ടി കുഴിച്ച് ഞാൻ ആ ഫുഡ് അങ്ങോട്ട് കാലിയാക്കി. എന്തായാലും അടിപൊളി തണലിലെ ഫുഡ്. നല്ല ലൈവായിട്ടേ നല്ല ചൊടിയൻ മീൻ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ രുചി അങ്ങോട്ട് നാവിന്ന് പോയിട്ടില്ല. പിന്നെ നല്ലൊരു ഊണും കഴിച്ചു. ഇപ്പം നല്ല മഴക്കാലമാണ്. അപ്പം നമ്മുടെ പാലക്കാട് കരിപ്പോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അതായത് പുതുനഗരത്തിൽ നിന്ന് കൊല്ലംകോട് വരുമ്പോൾ കരിപ്പോടിലുള്ള തണൽ എന്ന ഒരു കഫേ ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ഊണ് കഴിക്കാൻ പോയത്. നല്ല കിടിലൻ ഊണായിരുന്നു. ഊണിന് പുറമെ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ലൈവായിട്ടുള്ള ആ ഫിഷാണ്. ആ ഫിഷ് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. കൂടാതെ അവരുടെ ഫിഷ് കറി നല്ല നാടൻ രീതിയിൽ തന്നെ ഹോംലി ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഊണിന് അത്യാവശ്യം വേണ്ടുന്ന കൂട്ടുകറിയും ഉപ്പേരിയും അച്ചാറും പപ്പടവും മീൻചാറും പിന്നെ രസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള ചോറിൽ ആ മീൻ കറിയൊക്കെ ഒഴിച്ച് പിന്നെ ആ പപ്പടമൊക്കെ കൂട്ടിക്കൊഴിച്ച് ഇങ്ങനെ കഴിച്ചിരിക്കുന്ന സമയത്താണ് ആ ചേച്ചി ചിരിച്ച മുഖത്തോടുകൂടി നമുക്ക് നല്ല ചൊടിയൻ മീൻ ഫ്രൈ തന്നത്. അത്യാവശ്യം വലുപ്പമുള്ള നല്ല മീനായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നാടൻ ചൊടിയൻ മീനാണ്. ആ ഫ്രൈ ചെയ്തതൊക്കെ കറക്റ്റ് മസാലക്കൂട്ടും എല്ലാം ഉണ്ടായിരുന്നു. തണുത്തതല്ല, കാരണം നല്ല ലൈവായിട്ടായിരുന്നല്ലോ തന്നത്. കുറച്ച് ലെമണൊക്കെ പിഴിഞ്ഞ് ആ സവാളയും ആ കുക്കുമ്പറൊക്കെ കൂട്ടി ആ മീൻ അങ്ങോട്ട് അടിച്ചു. അതിനുശേഷം കുറച്ചുകൂടെ ചോറിട്ടു, കാരണം നല്ല നാടൻ ചൂടുള്ള രസം ഉണ്ടായിരുന്നു കേട്ടോ. ആ രസം ഒഴിച്ച് ആ ചേട്ടൻ്റെ ചിരിയെല്ലാം കണ്ട് ആ ചോറും കൂട്ടി കുഴിച്ച് ഞാൻ ആ ഫുഡ് അങ്ങോട്ട് കാലിയാക്കി. എന്തായാലും അടിപൊളി തണലിലെ ഫുഡ്.